പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. അത് ചാപ്റ്റർ നമ്പർ 6 ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള ബാച്ചുകൾ എക്സാം എഴുതുന്നവരേക്ക് പുതിയ സിലബസ് അനുസരിച്ചാണ് ക്ലാസ്. അവരുടെ പുസ്തകത്തിൻ്റെ 60% മാത്രമേ എക്സാമിനുള്ളൂ. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആണ്. അത് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. പിന്നെ വരുന്ന 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് അതിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാമെന്നുള്ളതാണ്. മിക്സാക്കി എഴുതരുത്, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 11ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ വേറൊരു വീഡിയോസിൽ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് യു മീൻ ബൈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എന്താണ് മൗലിക അവകാശങ്ങൾ? ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരനായ പൗരനായ നമുക്ക് എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സാമൂഹിക രാഷ്ട്രീയ അവകാശങ്ങളെയാണ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട പൗരാവകാശങ്ങളുടെ ഒരു പട്ടികയാണ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹത്തിലെ എന്നൊരു വ്യക്തി എന്ന നിലയിലും ഈ അവകാശങ്ങൾ സംരക്ഷിക്കണം, അവകാശങ്ങൾ അവൻ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് മൗലിക അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏതൊക്കെയാണ് 6 തരം മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് പറഞ്ഞത് റൈറ്റ് ടു ഇക്വാലിറ്റി ഇതാണ്. സമത്വത്തിനുള്ള അവകാശം വരുന്നുണ്ട്. രണ്ടാമത് റൈറ്റ് ടു ഫ്രീഡം ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് റൈറ്റ് ടു എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നുണ്ട്. അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ വരുന്നുണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഇങ്ങനെ ഏകദേശം 6 തരം അവകാശങ്ങളാണ് വരുന്നത്. അടുത്ത ചോദ്യങ്ങൾ വാട്ട് ഈസ് റിറ്റ്, വിച്ച് ആർ ദേ എന്ന് പറയുന്നുണ്ട്. റിറ്റ് എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവുകൾ. എന്താണ് കോടതി ഉത്തരവുകൾ? അവ ഏതൊക്കെയാണെന്നാണ്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കുന്നതിന് ഒരു പൗരന് അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പൗരന് ലഭിക്കുന്ന ഒരു അവകാശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ നടത്തിപ്പിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗനിർദ്ദേശം നൽകാവുന്നതാണ്. ഇതിനു വേണ്ടി റിട്ടുകൾ എന്നറിയപ്പെടുന്ന കോടതി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഹെബിയസ് കോർപ്പറസ് വരുന്നുണ്ട്, മാൻഡമാസ് വരുന്നുണ്ട്, നിരോധാനം വരുന്നുണ്ട്, കോ വാറന്റ് വരുന്നുണ്ട്. ഹെബിയസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിലെ ഒരു ശൈലിയാണ്. ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് ഹെബിയസ് കോർപ്പറേഷൻ. അത് ഹെബിയസ് കോർപ്പറേഷൻ ഇട്ട് അറസ്റ്റ് ചെയ്ത രീതിയോ അറസ്റ്റിനുള്ള കാരണങ്ങളോ നിയമപരമായി തൃപ്തികരമല്ലെങ്കിൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വിട്ടയക്കാൻ ഉത്തരവിടാവുന്നതാണ്. പിന്നെ വരുന്നതാണ് മാൻഡമാസ് എന്ന് പറയുന്നത്. മാൻഡമാസ് ലത്തീൻ പദമാണ്. കൽപ്പന എന്നാണ് അർത്ഥം. തൻ്റെ അധികാര പരിധിപ്പെടുന്ന കാര്യം നടത്താൻ അതിന് നിയമപരമായി ബാധ്യസ്ഥനായ സർക്കാർ ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ തയ്യാറാവുന്നില്ലെങ്കിൽ അതുവഴി സ്വകാര്യ അവകാശങ്ങൾ
തടയപ്പെട്ടു എങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുന്ന കോടതി ഉത്തരവ് കൽപ്പനയാണ് എന്ത് മാൻഡമാസ് എന്ന് പറയുന്നത്. ഇതേപോലെ നിരോധാനം വരുന്നുണ്ട്. അധികാര പരിധിക്ക് പുറത്ത് ഒരു നിയമം നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉന്നത കോടതി, ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി കീഴ്ക്കോടതികൾക്കോ മധ്യസ്ഥ കോടതികൾക്കോ നൽകുന്ന ഉത്തരവാണ് നിരോധാനം. ഇതേപോലെ കോ വാറന്റ് വരുന്നുണ്ട്. ഏത് അധികാരത്തിന്മേൽ എന്നാൽ കോ വാറന്റ് എന്നതിനർത്ഥം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ലെന്ന് കോടതി ബോധ്യമാകുന്ന പക്ഷം അയാൾ ആ സ്ഥാനത്തിരുന്ന് കാര്യനിർവഹണം നടത്തുന്നത് നിയന്ത്രിക്കുന്നതിനാണ് കോ വാറന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെർഷ്യോറിറ്റി എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരിയോട് അവിടെ വിചാരണയിലിരിക്കുന്ന കേസിന്റെ രേഖകൾ ഉന്നത അധികാരിക്കോ കോടതിക്കോ കൈമാറാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് സെർഷ്യോറിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗിവൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ പ്രാധാന്യം എന്തെന്നാണ്. ഓരോ ഇന്ത്യൻ പൗരനായ നമുക്ക് മൗലികാവകാശങ്ങളോടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? ഭരണഘടനയുടെ 3-ാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പൗരന് സ്വാതന്ത്ര്യവും സന്തോഷകരമായ ഒരു ജീവിതം കിട്ടണമെങ്കിൽ മൗലികാവകാശമാണ്. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിനും ഈ മൗലികാവകാശങ്ങൾ വേണം. ചില പ്രത്യേക അംഗീകാരങ്ങൾക്ക് മൗലികാവകാശം വേണം. ഇതിന്റെ അഭാവത്തിൽ ജനാധിപത്യം സാധ്യമല്ല. ജനാധിപത്യ രാഷ്ട്രമാകണമെങ്കിൽ അവിടെ മൗലികാവകാശം വേണം. രാഷ്ട്രത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിനും മൗലികാവകാശം വേണം. ആക്ട് 14 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ളതാണ്. വിമർശകരുടെ അഭിപ്രായത്തിൽ മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങൾ ഒരു കൈ കൊണ്ട് കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് എടുക്കുകയും ചെയ്യുന്നത് എന്നാണ്. മൗലികാവകാശങ്ങൾ പൂർണ്ണമല്ല. എന്തുകൊണ്ടെന്നാൽ അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ പൗരന്മാർ അതോടൊപ്പം തന്നെ ചില കടമകളും അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. രാഷ്ട്രത്തിന്റെ ആഭ്യന്തര പ്രശ്നമോ വൈദേശിക പ്രശ്നമോ ഉണ്ടാകുകയാണെങ്കിൽ മൗലികാവകാശങ്ങൾക്ക് രാഷ്ട്രം വിലക്ക് കൽപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി 5-ാമത്തെ ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി പ്രൊവിഷൻ ഓഫ് റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണെന്നാണ്. അതിൽ ഒന്നാണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണമാണ്. അതായത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കൺവിക്ഷൻ ആണ്. നിയമലംഘനം ചെയ്തിട്ടുള്ളവരെ കാര്യകാരണങ്ങൾ നോക്കാതെയും അന്യായമായി ശിക്ഷിക്കുന്നതിനെ ഭരണഘടനയിലെ 20-ാം വകുപ്പ് സംരക്ഷണം നൽകുന്നു. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന സമയത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ ലംഘനം ഒഴിച്ചുള്ള ഒരു കുറ്റത്തിന്റെയും പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടരുത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിയമം അനുശാസിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ ആർക്കും നൽകരുത്. 44-ാമത് ഭേദഗതി നിയമപ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ ഈ അവകാശം അനുഭവിക്കുന്നത് എടുത്തു കളയാൻ കഴിയില്ല. 2-ാമത് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യമാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. നിയമത്തിന്റെ നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ലാതെ ഒറ്റ വ്യക്തിക്കും ജീവനും സ്വതന്ത്രവും അനിച്ചുകൂടാ എന്നാണ് ആർട്ടിക്കിൾ 21 വ്യവസ്ഥ ചെയ്യുന്നത്. ഭരണകർത്താക്കൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ തോന്നിയ മട്ടിൽ ഒരാളെ ശിക്ഷിക്കാനോ ജയിലിൽ അടക്കാനോ അവകാശമില്ലെന്ന് ഈ വകുപ്പ് പ്രഖ്യാപിക്കുന്നു. ഭരണനിർവഹണം നടത്തുന്നവർക്ക് ഒരു നിയന്ത്രണം എന്ന നിലക്കുള്ള അവകാശമാണ്. പിന്നെ 3-ാമത് പറയുന്നത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണമാണ്. അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കൽ വെക്കുന്നതിനുമെതിരെ 22-ാം വകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകുന്നുണ്ട്. ഏതെങ്കിലും കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം എത്രയും വേഗം അറിയിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 23 മണിക്കൂറിനകം ആ വ്യക്തിയെ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാണ്. കരുതൽ തടങ്കൽ മുൻകരുതൽ നടപടിയാണ് കുറ്റം ചെയ്യുന്നതെന്നും ആരെങ്കിലും തടയുന്നതിനെയാണ് ഇത്. രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം, ക്രമസമാധാനത്തിന്റെ നടപ്പ്, ആവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച് നടപടി, പ്രതിരോധം, വിദേശകാര്യങ്ങൾ, രാജ്യത്തിന്റെ സുരക്ഷിതത്വം എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് ഈ കരുതൽ തടങ്കൽ നിയമം. ഒരു കരുതൽ തടങ്കൽ നിയമത്തിന്റെ ഫലത്തിൽ ഒരു വ്യക്തിയെ വേണമെങ്കിൽ 2 മാസത്തിനകം തടങ്കലിൽ വെക്കാം. ഹൈക്കോടതിയിൽ നിലവിലുള്ള ജഡ്ജിമാരോ റിട്ടയർഡ് ജഡ്ജിയോ ആണ് അത് തയ്യാറാക്കുള്ളൂ. ഉപദേശക സമിതി അംഗങ്ങളെ നിശ്ചയിക്കുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതിയിലെ നിലവിലുള്ള ജഡ്ജി ആയിരിക്കും ഉപദേശക സമിതിയുടെ ചെയർമാൻ. ഇനി അടുത്ത ചോദ്യമാണ്, ആറാമത് മെൻഷൻ എനി 3 ആസ്പെക്ട് ഓഫ് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ഏതെങ്കിലും 3 തരത്തിലുള്ള സമത്വത്തെ കുറിച്ച് വിവരിക്കുകയാണ്. ആക്ട് 14 മുതൽ 18 വരെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. നിയമത്തിന് മുന്നിലുള്ള സമത്വമാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്.
2 സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹ്യ സമത്വമാണ്. മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ലിംഗത്തിന്റെയോ ജനന സ്ഥലത്തിന്റെയോ അടിസ്ഥാനത്തിൽ പൗരന്മാർക്ക് വിവേചനമില്ല. 3 ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അവസര സമത്വമാണ്. ജോലി, പൊതുജനസേവനം തുടങ്ങിയ മേഖലകളിൽ എല്ലാവർക്കും തുല്യ അവസരം കിട്ടണമെന്ന് പറയും. ഇനി 7ാമത്തെ ചോദ്യം 6 പ്രൊവിഷൻ ഓഫ് റൈറ്റ് ടു ഫ്രീഡം ആണ്. ഭരണഘടനയിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വരുന്ന 6 തരം വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വതന്ത്ര അവകാശങ്ങളെ കുറിച്ചാണ്. 19ാം വകുപ്പ് 6 തരത്തിലുള്ള അവകാശങ്ങളെ കുറിച്ചുള്ളവയാണ്. 1 സംഭാഷണ സ്വാതന്ത്ര്യത്തിലുള്ള, അതേപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ്. ഒരു സ്വതന്ത്ര സമൂഹത്തിൽ തികച്ചും ആവശ്യമുള്ള ഒന്നാണ്. ഈ ആവശ്യത്തെ കൂടാതെ സ്വതന്ത്രമായ സംവാദവും സത്യസന്ധമായ അഭിപ്രായ പ്രകടനവും സാധ്യമല്ല. ഈ അവകാശത്തിനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാനാവില്ല. പത്രപ്രസിദ്ധീകരണത്തിന്റെ സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രത്തിന്റെ പരമാധികാരം, വിദേശ രാഷ്ട്രങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധം, കോർട്ടലക്ഷ്യം, മാനനഷ്ടം, പൊതുവ്യവസ്ഥ എന്നിവയ്ക്ക് വിധേയമാണ്. 2 സമ്മേളനത്തിന് സ്വാതന്ത്ര്യമാണ്. സമ്മേളന സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിനും ജാഥ നടത്തുന്നതിനുള്ള അവകാശപ്പെടുന്നുണ്ട്. സമാധാനത്തോടും നിരായുധരായും മാത്രമേ സമ്മേളന സ്വാതന്ത്ര്യത്തിന് അവകാശം ലഭിക്കുള്ളൂ. പിന്നെ 3ാമത് പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യമാണ്. സംഘടനാ സ്വാതന്ത്ര്യ അവകാശമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിൽ സംഘടനകൾക്കും മറ്റും നിലനിൽക്കാനാവില്ല. ഇന്ത്യയിലെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും പൊതുവ്യവസ്ഥയ്ക്കും ധാർമ്മികക്കും വിധേയമാണ് സംഘടനാ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം. പിന്നെ വരുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം ഏതെങ്കിലും ഒരു പട്ടികവർഗ വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള അവകാശം രാഷ്ട്രത്തിന് നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെ പാർപ്പിട സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനും കുടുംബജീവിതം നയിക്കുന്നതിനും ഇന്ത്യൻ പൗരന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം 19ാം വകുപ്പ് പ്രകാരം ഉറപ്പാക്കിയിട്ടുണ്ട്. പാർപ്പിട സ്വാതന്ത്ര്യത്തിലുള്ള ഈ അവകാശം പൊതുജന സ്വാതന്ത്ര്യം അനുസരിച്ചും പട്ടിക വർഗങ്ങളുടെ സംരക്ഷണം മുൻനിർത്തിയും നിയന്ത്രിച്ചിരിക്കുന്നു. 6ാമത് പറയുന്നത് തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. ഏത് തൊഴിലും ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാപാരമോ വാണിജ്യമോ വ്യവസായമോ നടത്തുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ സമൂഹം ദുസ്സഹമെന്ന് കരുതുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ വ്യാപാരമായി ഏറ്റെടുത്ത് നടത്താൻ ഒരു പൗരനെയും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ദി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ചൂഷണത്തിനുള്ള അവകാശത്തെ വിശദീകരിക്കാനാണ്. ഭരണഘടനയിലെ 23, 24 വകുപ്പ് ചൂഷണത്തിനെതിരെ അവകാശമാണ്. ചൂഷണം എന്നാൽ ഒരാളുടെ സ്വന്തം ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താം. ഭരണഘടനയിലെ 23ാം വകുപ്പ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപയോഗപ്പെടുത്തുന്നത് കുറ്റകരമെന്ന് പറയുന്നു. അതുപോലെ ഈ വകുപ്പ് അനുസരിച്ച് അടിമപ്പണിയെയും മറ്റ് നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നു. 24ാം വകുപ്പ് ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഖനിയിൽ, അതുമല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലയിൽ 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യുന്നത് നിരോധിക്കുന്നുണ്ട്. ഈ 9ാമത്തെ ചോദ്യം മെൻഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് ഇൻകോർപ്പറേറ്റഡ് ബൈ 18th അമെൻഡ്മെന്റ് ആക്ട് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. 86ാം ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്തിനാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ 21ാം വകുപ്പിനോടൊപ്പം 21A 86ാം ഭേദഗതി വഴി 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഓരോ പിതാവിന്റെയും അല്ലെങ്കിൽ രക്ഷാകർത്താവിന്റെയും ചുമതലയാണ്. അടുത്ത ചോദ്യമാണ് ഹൗ ഡസ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആസ് എ സെക്യുലർ പോളിസി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ മതനിരപേക്ഷത നിലനിർത്താൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? ഇന്ത്യയുടെ മതനിരപേക്ഷത സ്വഭാവത്തിന്റെ അടിസ്ഥാനമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതകാര്യങ്ങളിൽ രാഷ്ട്രം എല്ലാവർക്കും തുല്യ രീതിയിൽ സംരക്ഷണം നൽകുന്നു. മതനിരപേക്ഷയുടെ ചട്ടക്കൂടത്തിനകത്ത് തന്നെ സ്വതന്ത്രമായ മതപ്രവർത്തനം ഭരണഘടന അനുവദിക്കുന്നു. സാമൂഹ്യക്ഷേമം മുൻനിർത്തി മതസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനും നിയമം മൂലം രാഷ്ട്രത്തിന് കഴിയും. പ്രത്യേകിച്ചൊരു മതത്തിന്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും പ്രേരിപ്പിക്കാൻ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധങ്ങൾ നൽകുന്നത് ഭരണഘടനയുടെ 28ാം വകുപ്പ് നിരോധിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധങ്ങൾ നടത്താൻ രാഷ്ട്രം എതിർക്കുന്നു. ലാസ്റ്റ് ചോദ്യമാണ് വാട്ട് ഈസ് ഇക്വാലിറ്റി? എന്താണ് തുല്യത? എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നതിനാണ് സമത്വം എന്ന് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യ, ഓൾ ആർ ഈക്വൽ ആണ്. എല്ലാവർക്കും തുല്യമായ നിയമ സംരക്ഷണം ഉണ്ടായിരിക്കണം എന്നതും
സമത്വ സങ്കല്പം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക്. ഇനി നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾക്കും മറ്റൊക്കെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NISൻ്റെ SSLC +2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ ഫ്രീ ആയി നൽകുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കുകൾ ഫ്രീ ആയി നൽകുന്നുണ്ട്, അസൈൻമെൻറ്റ് നൽകുന്നുണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡ് നൽകുന്നുണ്ട്. അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG കോഴ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എൻ്റെ വാട്സപ്പ് എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.